ചങ്ങായിമാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പോകുന്നത് റോസ് എന്ന് പറയുന്ന ഒരു ഐലൻഡിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ കാണുന്ന ചെറിയ ബോട്ട് കയറിയിട്ടാണ് നമുക്ക് പോകേണ്ടത്. ഒരാൾക്ക് ഏകദേശം 470 രൂപയാണ് പറഞ്ഞത്. ഞാൻ പോയിട്ട് വില പേശിയിട്ട് നല്ല പൈസ കുറച്ചിട്ടാണ് പോകുന്നത്. ഇവിടുത്തെ ലോക്കൽസായിട്ട് കമ്പനി ആയി കഴിഞ്ഞാൽ നല്ല പൈസ കുറവിൽ നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും പോകാൻ സാധിക്കും. ഈ നടന്നു പോകുന്ന ചേട്ടനാണ് എനിക്കിതെല്ലാം സെറ്റ് ചെയ്ത് തന്നത്. അപ്പോൾ ചേട്ടനോട് ഒരുപാട് താങ്ക്സ് പറയുന്നു. ആദ്യം ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇതുപോലെയുള്ള വ്യത്യസ്തങ്ങളായ വീഡിയോസ് എല്ലാം ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റും. ഈ കുഞ്ഞു ബോട്ടിലിരിക്കുന്ന 3 പേര് ഫ്രീ ആയിട്ടാണ് യാത്ര ചെയ്യുന്നത്. അത് ഞാൻ അവിടെ എത്തിക്കഴിഞ്ഞിട്ടാണ് മനസ്സിലാക്കിയത്. വേറൊന്നുമല്ല, ഈ ബോട്ടിന്റെ ഓണർ എന്ന് പറയുന്നത് ഈ 3 പേരുടെയും കൂട്ടുകാരനായതുകൊണ്ടാണ് ഇവർക്ക് ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇവിടെ ലോക്കൽസ് ആയിട്ട് കണക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്തും ഇവിടെ സാധിക്കും. ബോട്ട് ഇപ്പോൾ പോകുന്നത് നേരെ ഐലൻഡിലേക്കാണ്. റോസ് ഐലൻഡ് എന്നാണ് ഐലൻഡിന്റെ പേര്. ആടി വലഞ്ഞാണ് ബോട്ട് പോകുന്നത്. ഈ ബോട്ടിൽ കയറുമ്പോൾ ലൈഫ് ജാക്കറ്റ് നിർബന്ധമാണ്. ബാക്കിത്തെ വീഡിയോസ് നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. മൂന്നരക്ക് ഇവിടെ തിരിച്ചു ഇവിടെ എത്തണം പറഞ്ഞ നേതാജി സുഭാഷ് ചന്ദ്രബോസ് ദ്വീപ്. ഈ സ്ഥലത്തിന്റെ പേര് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ദ്വീപ് എന്നാണ്. മയിലും ഇവിടെ നല്ല രീതിയിൽ മയിലും മാനും 2 പേരാണ് ഇവിടെ ബൈക്ക് തോന്നുന്നത്. ഹലോ വയ്യായി ഇതാണ് റോസ് ഐലൻഡിലെ സ്വിമ്മിംഗ് പൂള്. ഇപ്പോൾ ഉപയോഗശൂന്യമാണ്. നേരത്തെ ഉണ്ടായിരുന്നു. ഈ പണ്ടത്തെ കാലത്ത് വെള്ളമൊക്കെ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പൈപ്പാണ്. ഇവിടെയാണ് മാനിൻ്റെ സമ്മേളനം തോന്നുന്നു കേട്ടോ. എത്ര മാന നോക്കി നമ്മുടെ മുമ്പിൽ ഒരാൾ നടക്കുന്നുണ്ട്. ഹിസ്റ്റോറിക്കൽ പ്ലേസ് മാത്രം ഗൈഡ് കാണിച്ചു തരുന്നത്. നമ്മളങ്ങനെയല്ല, നമ്മൾ ലോക്കൽ സ്ഥലങ്ങൾ മാത്രം എക്സ്പ്ലോർ ചെയ്യണതാണ് നമ്മൾ. ഈ വഴിയിൽ എന്തോ ഒരു മാന. അവിടെ നമുക്കൊരു ലൈറ്റ് ഹൗസ് കാണാം. നമ്മൾ ഷോർട്ട് കട്ട് എടുത്തിട്ട് നേരെ കടലിൻ്റെ സൈഡിൽ കൂടെ തന്നെ നടന്ന് അവിടേക്ക് പോവാം. എൻ്റെ മുമ്പിൽ എത്ര മാന നോക്കി. എനിക്ക് വഴി കാണിച്ചു തരാൻ തോന്നുന്നുണ്ട് ഇവരെല്ലാവരും കൂടെ. ആ പോട്ടെ പോട്ടെ. ഹലോ, എന്തോ ഒരു മാന. ഇത് കാണുമ്പോൾ പണ്ട് പശുവിനെ തീറ്റാൻ പോയത് ഓർമ്മ വരുന്നത്. നമ്മുടെ മുമ്പിൽ പശു നടന്നിട്ട് നമ്മൾ പുറകെ നടക്കുന്നത്. ഈ കാണുന്നതാണ് ജപ്പനീസ് ബങ്കർ. ഇതിനകത്ത് എന്താ? ഇതിനകത്ത് നിറച്ച് വെള്ളമാണ്. അതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ടാണ് ഈ ന്യൂക്ലിയർ വെപ്പണിൽ നിന്ന് രക്ഷപ്പെടുക. എൻ്റെ മോനെ, ഇത് ഇവിടെ തന്നെ വരണം ഈ കാഴ്ച കാണുന്നുണ്ടെങ്കിൽ. ഓ, എത്ര വേരുകളായി മറയുന്നത്. എത്ര വേരിൽ മരം നിൽക്കണേ കണ്ടോ. എന്താ പൊന്നെ, ശരിക്കും നമ്മളൊരു കാട്ടിൻ്റെ ഉള്ളിൽ നടക്കണ പോലെ തന്നെ ഫീല്. ഇതൊരു കാട് തന്നെയാണ് കേട്ടോ ശരിക്കും. ആദ്യമായിട്ട് ബ്രിട്ടീഷുകാർ കുറ്റവാളികളെ ഇട്ടത് റോസ് ഐലൻഡിലാണ്. പിന്നീടാണ് പോർട്ട് ബ്ലെയറിലേക്ക് മാറ്റിയത്. ഇത് ഫുള്ളൊരു ഹോണ്ടഡ് പ്ലേസ് ആണ്. സത്യം പറയാം, റോസ് ഐലൻഡ് വരാണ്ട് പോയിരുന്നെങ്കിൽ നഷ്ടമായേനെ കേട്ടോ. ഇവിടെ നിൽക്കുന്നത് ഇവിടുത്തെ കാറ്റ് കേട്ടോ. കാറ്റൊന്നും പിന്നെ പറയണ്ട, നല്ല കാറ്റോടെ. അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ പോവാം. ഈ കാണാൻ അടുത്ത സ്ഥലം ഫുള്ള് പനകളാട്ടോ. ഈ ഒന്ന് ആലോചിച്ചൊക്കെ, എല്ലാവരും ഗൈഡിൻ്റെ എടുത്തിട്ട് പോയി. ഞാൻ മാത്രം ഗൈഡിൻ്റെ എടുക്കാണ്ട് നടക്കുന്നത്. ഗൈഡിന് 100 രൂപ കൊടുക്കണം. അതുകൊണ്ടാണ് ഞാൻ പിന്നെ വേണ്ടാന്ന് വെച്ചത്. ഇതേ പോകണം ഒരാൾ ഓടിപ്പോകുന്നു. ശരിക്കും പറഞ്ഞാൽ ഗൈഡ് എടുത്തിട്ട് പോയി കഴിഞ്ഞാൽ ഒരു വണ്ടി തന്നെ നമ്മളെ കൊണ്ട് കറക്കുള്ളൂ. നമുക്ക് അധികം ദൂരം പോകാൻ പറ്റില്ല. ഇവിടെ എന്ന് വെച്ചാൽ നമുക്ക് കാടും മലയൊക്കെ കയറി നിറങ്ങാം ഒറ്റയ്ക്കാണെങ്കിൽ. ഞാൻ എല്ലായിടത്തും പറഞ്ഞാൽ ഒറ്റയ്ക്ക് ഇതേപോലെ വരുന്നിട്ടേ പറയുള്ളൂ. ഗൈഡിനെ കൂട്ടി പോകരുത്. ഇതൊരു ആല കാഴ്ച റോസ് ഐലൻഡ് എന്തായാലും വരണം കഴിച്ചു. ഇതുപോലെ തന്നെ അപ്പോൾ അടുത്ത സ്ഥലം പോയാലോ കേട്ടോ. അടുത്ത സ്ഥലത്തേക്ക് നമുക്ക് ഒട്ടും കാശില്ല. ഇത് തന്നെ നമ്മൾ വന്നത് ആരാണ്ട് പറഞ്ഞ പോലെയാ. ഇവിടേക്ക് വരണമെങ്കിൽ 470 രൂപ വേണമെന്ന് പറഞ്ഞു. നമ്മൾ
നമ്മൾ അതിനെ ചവിട്ടി നല്ല പൈസ ചാർജിയാണ് വന്നത്. അപ്പോൾ വേരുകൾ കൊണ്ട് ഈ വീടിനെ അങ്ങോട്ട് പിടിച്ചെടുത്തേക്കാം. കാണുന്ന കാഴ്ച നമ്മളെ വേര് മൊത്തം ഈ വീടിനെ പിടിച്ചെടുത്തേക്കാം. ഉള്ളിൽ കയറി കണ്ടല്ലോ. തന്നെ പറയും എന്താണ് സ്ഥലം. ഈ വേര് ഈ ആരാണ് ഈ അരിയിൽ എത്ര ഭംഗിയാക്കിയെന്ന് തോന്നുന്നത്. ഇവിടുത്തെ പനകൾക്ക് വലിയ മുള്ളാണ്. പിന്നെ മുള്ളിൻ്റെ നോക്കി പനയുടെ ഒരു മുള്ളാണ്. ഇതൊരു കുളമാണ് കൈ കിണർ കുളമല്ല. അത് നിറച്ച് വെള്ളം കേട്ടോ. ഉടുമ്പ്, വെള്ളത്തിലുള്ള ഉടുമ്പ് കാണിച്ചു തരാം കേട്ടോ. ഇത്ര നിങ്ങളേ ഉള്ളൂ. നിങ്ങൾക്ക് ഞാൻ റിസ്ക് എടുത്താൽ കാണിച്ചു തരുന്നത്. നീ കണ്ടോ, ഇതൊക്കെ ഇറങ്ങിപ്പോയത് കാറ്റിക്ക്. ഉടുമ്പാണ് കഴിച്ച്. ഇവിടെ ഉടുമ്പും ഉണ്ട്. അപ്പോൾ കിണറിനകത്ത് ഇതൊരു അമ്പലമാണ് കഴിച്ച്. പ്രതിഷ്ഠയല്ല, ഫോട്ടോ വെച്ചിട്ടുണ്ട്. ഇവിടെ ആൾക്കാർ പ്രാർത്ഥിക്കാൻ പറ്റുന്ന സ്ഥലമാണ് തോന്നുന്നത്. ഫുൾ ആലിൻ്റെ കൺട്രോളിലാണ്. ഇവിടുത്തെ നോക്കി. ഓ എന്തൊരു രസം. ഇതിന് തറ ഇടിഞ്ഞു കേട്ടോ. ഇതിൻ്റെ തറ ഇടിഞ്ഞു പോയിട്ട് ഈ വേരുമേ നിൽക്കണേ. ഇതിന് ഫൗണ്ടേഷൻ ഇല്ല. ഈ വേരുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചിട്ടേ ഈ റൂട്ട് ബ്രിഡ്ജില്ലേ എന്ന പോലെ ഉണ്ടാക്കി വേരുകൾ. ബക്കറ്റ് ലിസ്റ്റ് കേട്ടോ. റോസ് ഐലൻഡ് എന്തായാലും വരും. സ്പോട്ട്ലേറെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റുന്ന ഐലൻഡാണ് റോസ് ഐലൻഡ്. നമുക്കിവിടെ അത് ചർച്ച് കാണാം. ലാസ്റ്റ് 100 കൊല്ലം ഇതിവിടെ ഇങ്ങനെ തന്നെ നിൽക്കേണ്ടായിരുന്നാണ് പറയണത് കേട്ടോ. പള്ളീൻ്റെ ഉള്ളിൽ നമുക്ക് കയറി നോക്കട്ടോ. ഇത് എത്ര കൊല്ലം പഴക്കമുണ്ടാവും ഇവിടെ ആലോചിച്ച് നോക്കി. അങ്ങനെ നമ്മൾ പള്ളീൻ്റെ ഉള്ളിൽ കയറിയ ഒരു പള്ളീൻ്റെ ഉള്ളിലും ഇതാണ്ടോ പള്ളീൻ്റെ ഉൾഭാഗം. അയ്യോ, ഈ പള്ളീൻ്റെ ഒരു സൈഡിലെ ബിൽഡിങ്ങിൻ്റെ ഉണ്ടല്ലോ അത് മൊത്തം ആല് കൈയടക്കി കേട്ടോ. നല്ല ഹൈറ്റിൻ്റെ മുകളിലാണ് പിന്നെ ആല് വളർന്ന് ഇല്ലേണേ. അത്രയും ദൂരം വേര് പിടിച്ച പോയേക്കണേ. പള്ളീൻ്റെ ഉൾഭാഗമേ ഇതൊക്കെ നോക്കി. ഓ ഹൈറ്റില്ല. പള്ളിയുടെ ഒരു സൈഡ് ഭാഗം അത്. അടുത്തൊരു ഭാഗം പള്ളിയുടെ. ഇത് പള്ളിയുടെ ബാക്ക് വശത്തേക്ക് പോകുന്ന വ്യൂ ആണേ. പള്ളിയുടെ സൈഡിൽ കൂടെ മുകളിലേക്ക് കാണാം. ഇതിനുള്ള പോക്ക് അത്ര എളുപ്പമല്ല. അപ്പോൾ നിറച്ച് മുള്ളുണ്ട് കേട്ടോ. ഈ പനാന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം മുള്ളു കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. മുള്ള് ആണ് ഈ പനയിലുള്ളത്. ഇവിടെ ചെറിയൊരു ഗുഹയുണ്ട് കേട്ടോ. ഈ ഗുഹ അവരടച്ചു. ആകെ 1.5 മണിക്കൂർ നമുക്കൊരു സമയം തരും. അതിനുള്ള നമ്മൾ എന്തൊക്കെ പോയിട്ട് കാണും. ഒറ്റയ്ക്ക് വരിക, മാക്സിമം സ്ഥലങ്ങൾ കാണുക. ഒത്തിരി അടിപൊളി കാഴ്ച കേട്ടോ. സോറി കാണാൻ. നിങ്ങൾ റോസൈഡിൽ എന്നിട്ട് ഇതൊക്കെ കണ്ടവരുണ്ടോ എന്തോ നോക്കി. എൻ്റെ മക്കളെ എന്താ കാഴ്ച. ഓ കാണുന്ന ഒറ്റയ്ക്ക് വരാൻ തോന്നുന്നു. നോക്ക് അടിപൊളിയില്ലേ. ഓ ഞാൻ കാണിച്ചു തരേ. ഓക്കെ. ഓ ഈ ബിൽഡിങ് മൊത്തത്തിൽ വേര് പിടിച്ചാൽ നിൽക്കണേ. അതിമനോഹരമായ കാഴ്ച. ഒക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായി ഉണ്ടോ. ഇതിൽ നമുക്ക് താഴ്ത്തിക്ക് ഇറങ്ങുന്ന സ്റ്റെപ്പുകളൊക്കെ ഉണ്ട്. താഴ്ത്തിക്ക് പോയി നോക്കാം. നല്ല പായലുണ്ട്. സൂക്ഷിച്ച് വേണം ഇറങ്ങി. എല്ലാവരും പറയും ഗൈഡിനെ എടുത്തിട്ട് പോകാൻ. എന്നാൽ ഞാൻ പറയുന്നത് ഗൈഡിനെ എടുക്കാണ്ട് പോകണം. എന്നാലേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇതാണ് കണ്ട പള്ളി. നമ്മൾ ഈ പള്ളിയാണ് ആദ്യം വന്ന് കയറിയത്. പണ്ടത്തെ റോസ് ഐലൻഡിലെ ക്ലബ് ഹൗസ് ആണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ഇതായിരുന്നു ക്ലബ് ഹൗസ്. ഇതും ആല് കീഴടക്കിയേക്ക് കേട്ടോ. മൊത്തത്തിൽ ഇവിടെയൊക്കെയാണ് പാർട്ടികളും കാര്യങ്ങളൊക്കെ നടക്കുക.
ഇതൊക്കെ ഒരു കറക്റ്റ് വെട്ടി ഷേപ്പാക്കി വെച്ചിട്ടുണ്ട്. ഈ പനകളൊക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഇവിടെ. ഓരോ വെള്ളം ഏതാ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിവിടെ കണ്ട മാനുകളോടും മയിലുകളോടും എല്ലാം ടാറ്റ പറഞ്ഞ് നമ്മൾ തിരിച്ചു പോവുകയാണ്. റോസ് ഐലൻഡിൽ എന്തായാലും നിങ്ങൾ ആൻഡമാൻ നിക്കോബാർ വരുവാണെന്നുണ്ടെങ്കിൽ വരണം. വളരെ ചീപ്പായിട്ട് വരാൻ പറ്റുന്ന സ്ഥലമാണിത്. 470 രൂപ മുതൽ 500 രൂപ വരെയൊക്കെ അവർ പറയുമെങ്കിലും നമ്മളൊന്ന് വില പേശി ചെയ്യാൻ നല്ല രീതിയിൽ പൈസ കുറഞ്ഞ് നമുക്ക് ഈ ഐലൻഡിലേക്ക് വരാൻ പറ്റും. ടൂറിസ്റ്റ് ആണെന്ന് കണ്ടാൽ തന്നെ ഇവർ നല്ല രീതിയിൽ പൈസ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മാക്സിമം ഗൈഡിനെ എടുക്കാതെ നടന്ന് തന്നെ എല്ലാ സ്ഥലങ്ങളും കാണുക എന്നാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുക. കാരണം വേറെ ഒന്നുമല്ല, ഗൈഡുകൾ കൊണ്ടുപോകുന്ന ഹിസ്റ്റോറിക്കൽ പരമായിട്ടുള്ള സ്ഥലങ്ങൾ മാത്രമാണ്. ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ തന്നെ നമ്മുടെ നേരെ കാണുന്നതാണ് എൻട്രൻസ്. ഈ വഴിയാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി വന്നിട്ടുള്ളത്. ഇവിടെ നിറച്ചും മാനുകളെ നമുക്ക് കാണാൻ പറ്റും. ഈ ഐലൻഡിൻ്റെ ഉള്ളിൽ ജനവാസങ്ങളൊന്നുമില്ല, കുറച്ച് മെയിൻ്റെനൻസ് ചെയ്യുന്ന ആൾക്കാർ മാത്രം ഇവിടെ താമസിക്കുന്നുള്ളൂ. അതുപോലെ നമ്മൾ വരുന്ന ബോട്ട് തിരിച്ചു പോകുന്നതിൻ്റെ ലാസ്റ്റ് സമയം എന്ന് പറയുന്നത് 3:30-ക്കാണ്. 3:30-ക്ക് മുമ്പ് നമ്മൾ ഇവിടുന്ന് പുറത്ത് പോയിരിക്കണം. നമുക്കപ്പോൾ പോണ വഴിക്ക് മാനുകളെ കാണാം. ഇവിടെ മാനുകളെല്ലാം നല്ല ഫ്രണ്ട്ലിയാണ്. നമ്മൾ തൊട്ടാലൊന്നും ചെയ്യില്ല. നമുക്ക് മാനുകളൊക്കെ തൊട്ടടുത്ത് നമുക്ക് കാണാനൊക്കെ പറ്റും. അപ്പോൾ ഞാൻ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസ് ഇനി വരുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക.